ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 11ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇന്നേ ദിവസം നമ്മുടെ 10 കൽപ്പനകളിലെ ഒന്നാമത്തെ കൽപ്പനയായ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന കർത്താവിന്റെ ആ കൽപ്പനയെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഇതിനെതിരായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പാപമാണ് അഹങ്കാരം, അല്ലെങ്കിൽ അഹംഭാവം, ഞാനെന്ന ഭാവം. ഞാൻ മാത്രമാണ് എല്ലാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം. നമ്മുടെ ചില നിർബന്ധ ബുദ്ധികളുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുന്ന ഇടത്തൊക്കെ ഞാനാണ് മുൻപിൽ നിൽക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത, ഞാൻ പറയുന്നത് പോലെ ചെയ്യാവൂ, അങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചപ്പാടും ചിന്തകളും, അതൊക്കെ ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ്. പ്രഭാഷകന്റെ പുസ്തകം 10ാം അധ്യായം 7ാം തിരുവചനം പറയുന്നു, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. ഞാനെന്ന ഭാവത്തിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മനുഷ്യർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. പ്രഭാഷകൻ 10:12 തിരുവചനമാണ്. അവിടെ തുടർന്ന് ഇങ്ങനെ പറയുകയാണ്, ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. ദൈവത്തിനുള്ള സ്ഥാനം അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. നമുക്ക് 2 വാക്കുകൾ എടുക്കാം, സൺ എന്ന വാക്കും സിൻ എന്ന വാക്കും. സിൻ എന്ന വാക്കെടുത്താൽ നമുക്കറിയാം പാപം എന്നാണ്. SN എന്നീ 2 ലെറ്റേഴ്സിന്റെ ഇടയിൽ ഐ, അതായത് ഐ നമ്മൾ ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഞാൻ എന്ന മീനിങ് ആണ്. അപ്പോൾ ഈ 2 ലെറ്റേഴ്സിന്റെ ഇടയിൽ ഐ വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാറ്റിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി ഐ, ഞാൻ മാറുമ്പോൾ അവിടെ അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാവുകയാണ്, ഞാനെന്ന ഭാവം ഉണ്ടാവുകയാണ്. എന്നാൽ അത് മാറി, ആ തിന്മയുടെ ഭാവം മാറി അവിടെ സൺ വരികയാണെങ്കിൽ, സൺ പ്രകാശിപ്പിക്കുന്ന, പ്രകാശം നൽകുന്ന അവസ്ഥയാണ്, പ്രകാശമുള്ള അവസ്ഥയാണ്. അതായത് SN എന്നീ ലെറ്ററുകളുടെ ഇടയിൽ യു വരുന്ന, യു നമ്മൾ ചുരുക്കമായിട്ട് എഴുതുമ്പോൾ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയും. അപ്പോൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവത്തിന് നമുക്ക് ഒരു കേന്ദ്ര ബിന്ദുവായി മാറുന്ന, അവർക്ക് സ്ഥാനം കൊടുക്കുന്ന അവസ്ഥ, ഇതാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. കാരണം അഹങ്കാരം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന അവസ്ഥയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം, എൻ്റെ ജീവിതത്തിലെ ഞാനെന്ന ഭാവത്തിന്റെ അവസ്ഥകളെ കർത്താവേ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ. എൻ്റെ ജീവിതത്തിലെ ആ ഞാനെന്ന ഭാവത്തെ എടുത്തു മാറ്റി കർത്താവെ അങ്ങേക്ക് സ്ഥാനം നൽകാൻ, കർത്താവെ എൻ്റെ സഹോദരങ്ങൾക്ക് സ്ഥാനം നൽകാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങനെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഒരു വിശുദ്ധയായി വളരാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നല്ല ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.